പുതിയ വീഡിയോക്ക് സ്വാഗതം. അങ്ങനെയല്ല, ഹായ് ഗൈസ്. അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങണ്ടേ? ജി ഇങ്ങോട്ട് വാ, ഇവിടേക്ക് പോര്. അതെ, ആരെ വീഡിയോക്ക് ഇങ്ങനെ എൻട്രി പറയുന്ന ഭാഗം ഇഷ്ടം നോക്കണം. എല്ലാവരും പറയും, എല്ലാവരും കൂടി പറയും. നാലാള് ഞാൻ ആദ്യം ഷായില എനർജി ഉള്ള എനർജി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇബിയാൻ ഫാമിലി. ഇല്ല, ആ രണ്ടെണ്ണം എന്തിനാ പറയണത് ആലോചിച്ചു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളം പറയണത്. ഹലോ ഗൈസ്, ഇബിയാൻ ഫാമിലി. ഒന്നുകൂടി പറയണപ്പോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മതി. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഇബി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. ഹായ് ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ആരുടെ രസം നമുക്ക് നോക്കാം. കമന്റ് എല്ലാരും എന്റെ പേര് ഇടണ്ട. എന്റെ പേര് സാലിസും. അപ്പൊ ആരെ തെറ്റിച്ച കണ്ടില്ലേ ഫസ്റ്റില്? ആരെ 4-5 ഞാനൊക്കെ ഒറ്റ ടേക്കില് റെഡി. ഒറ്റ പ്രാവശ്യം എനിക്ക് റെഡി ആയിട്ട് എന്താന്ന് അറിയോ? ഓള് പറഞ്ഞത് ഇങ്ങനെ 2-3. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷർട്ട് ഇട്ടുവാ, ഷർട്ട് ഇട്ടു. ഇവിടെ കുഞ്ഞാവല്ലേ ബ്ലോഗിക്ക് കേറാണ്ടായി വെച്ചിട്ട് കുഞ്ഞാ ഷർട്ട് ഇടാതെ എല്ലാരും ഓനിങ്ങനെ കിളി പോക്ക. ഷർട്ട് ഇട്ടുവാ. ഇമ്മാനെങ്ങനെ പറഞ്ഞിട്ടല്ലോ, ഉമ്മ വീഡിയോ എടുക്കുമ്പോ ഉമ്മ ഒഞ്ഞു വെക്കുന്നുള്ളത്. ഇജ്ജെന്താ ഒഞ്ഞിക്കണ്? കുഞ്ഞാവ കൂടുതൽ വീഡിയോയില് ഷർട്ട് ഇടാതെ ബാക്ക്ഗ്രൗണ്ടില് വീഡിയോ ഇടും. ഇങ്ങോട്ട് പറയും ഞാൻ ഷർട്ടില്ല, ഇന്റെ എന്തോ പോലെ ഉണ്ട് എന്റെ കാണാൻ അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇന്ന് കുഞ്ഞാനെ ഞാൻ വീഡിയോയിൽ ഇല്ല എന്നപ്പോ ഇട്ടുവാ ഞാൻ കാണിക്കില്ല അപ്പൊ അങ്ങനെ കുഞ്ഞാവ് വരുന്നേ. അങ്ങനെ കുഞ്ഞാവ മാത്രക്കാക്ക മാത്രല്ല ശൈല, ഇക്കാക്ക മാത്രം വീഡിയോയിൽ വരാതെ കരുതില്ല. ആര് വാവേ, ഇജ്ജ് ഫുള്ള് ഉടായിപ്പാണ്. എന്റെ പുതിയാപ്പള ഫുള്ള് ഉടായിപ്പാണ്. അതെ കണ്ടാ ഇനി കുഞ്ഞാവന്റെ എൻട്രി കൂടി പറയട്ടെ. അങ്ങനെ അങ്ങനെ എല്ലാരും കഴിച്ചിലാക്കണ്ട. അങ്ങനെയല്ല, അങ്ങനെ ഒരാൾ മാത്രം കഴിച്ചിലാവണ്ട. പാവേ എന്നാ പറയും ഇനി കുഞ്ഞാവൻ കാര്യങ്ങൾ പറയും. ഞാൻ എൻട്രി പറയില്ലല്ലോ. ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്നാ പറയട്ടെ. ആകെ പറയൂ, ആ വീഡിയോ എടുക്കുന്ന പ്രശ്നം. നമ്മളാണ് പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നേരായിട്ട് വർത്തനം പറയാം. അല്ല, ഒരാള് പറയുന്നത് ക്യാമറ അങ്ങോട്ട് പോണി ഇങ്ങോട്ട് പോണി പരിപാടി മനസ്സിലായില്ലേ? വീഡിയോ എടുക്കൽ എന്ത് തെറ്റിക്കാതെ. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിളിച്ചില്ലേ? ഒരു കയ്യടി എന്നിട്ടല്ലോ ഇന്ന് നമ്മള് ഞാൻ വീഡിയോ പോകുമ്പോ ഇൻട്രോ അടിച്ചു പോവാ. ഒരു എല്ലാ ഷർട്ടിലും ഓരോ ഇൻട്രോ എടുത്തോ. ആഡ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഞായറാഴ്ച നമ്മള്
കോഴിക്കോടൊക്കെ പോകലുണ്ട്. ഇന്ന് ഇവിടെ തന്നെ കുടുങ്ങി. കാരണം കേട്ടാ ഇന്ന് സായില കല്യാണത്തിന് പോകാൻ പറഞ്ഞ അപ്പച്ച ചോറുണ്ടായിരുന്നു. ആ ചോറ് ഞാൻ കാണിച്ചു തരാം. ഷായില ഒരു കല്യാണത്തിന് ഓള് വന്നിട്ടില്ലെങ്കിലും ഈ പെരേന്ന് ആരെങ്കിലും പോയാ ഓക്ക് ചോറ് വേണം. അതിനുള്ള തെളിവ് ഓക്ക് ബിരിയാണി പൂതിയായില്ല അടക്കലുണ്ട്. ശരി, കല്യാണത്തിന് പോയത് ഇവിടെ ചോറ് മുഴുവൻ ഷായിലക്കല്ലേ പൂതിയാണ്. ഇന്നലെ ഏത് കല്യാണത്തിന് പോയാലും ഓക്ക് ചോറാണ്. ഇപ്പച്ചിക്ക് കവറൊക്കെ മടക്കി പോകല്ലേ കിട്ടുകൊടുത്തിട്ട് ഇന്നലെ ഞാൻ ഓർഡർ പൈസ കൊടുത്തപ്പോ ഞാൻ ബിരിയാണിക്ക് പൂതിയാകുമ്പോ ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെ എന്ത് കാര്യത്തിൽ കവറൊക്കെ റെഡിക്ക് മടക്കി എന്ത് ഡ്രസ്സിൽ ബിരിയാണി ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണേ. അല്ല കല്യാണത്തിന് വരാത്തല്ലോ. എന്തിന് അങ്ങനല്ല സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാലോ ഗായ്സ് സാലു ഫോൺ കുത്തിടാൻ പോവാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആ 15 മിനിറ്റ് കെടുക്കട്ടെ. സാലു ഫോൺ കുത്തിടാൻ പോയതാണോ ഫോൺ വിളിക്കാൻ പോയതാണോ? ഇപ്പച്ചാ നിങ്ങളല്ലേ പറഞ്ഞേ സാലുവിന്റെ കല്യാണം ഒഫീഷ്യലായിട്ട് യൂട്യൂബിലൂടെ നമ്മള് പബ്ലിഷ് ചെയ്യുന്നത്. കല്യാണം നോക്കണ്ടേ? നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഞങ്ങള് സാലുവിന്റെ കല്യാണം നോക്കുമ്പോ ഞങ്ങൾ യൂട്യൂബില് ഇൻസ്റ്റയിലും ഇടും. അപ്പൊ നല്ല പ്രപ്പോസൽസ് ഉണ്ടെങ്കിൽ കമന്റിലിടാ. ഓക്കെ, സമയമായിട്ടില്ലോ. എന്താണ് വെറുതെ പറയണേ. അല്ല റംബൂട്ടാൻ ഉപ്പക്ക് മനസ്സിലാവാൻ ടാഗ് തരെ പൊട്ടിച്ച് ടാഗ് ഇത് റംബൂട്ടാനാന്ന് മനസ്സിലാവാൻ എന്ത് അയിമ റംബൂട്ടാണ്ടായാലും ബൽക്കൊന്നും കൊടുക്കൂലേ. ഷായിലേക്ക് വേണ്ടി ബിരിയാണി സ്മെല്ല് ഇങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ എങ്ങനെ തിന്നാൻ തോന്നുന്നു. മതിയാ ഇന്ന് മൂന്നാമത്തെ ബിരിയാണി വേറെ ഒന്നുണ്ട്. സായിൽ എന്താ പറയുന്നത് പറഞ്ഞത് ഇപ്പൊ നിങ്ങളൊക്കെ കല്യാണത്തിലല്ലോ ഇപ്പൊ എനിക്ക് കുറച്ച് ചോറ് കൊണ്ടുവരിട്ടാണ്. അപ്പൊ ഞാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞേ അപ്പൊ പറഞ്ഞ ഒരാളെ കിട്ടിയില്ലേ? ഞാനാ പറഞ്ഞ എന്ത് സ്നേഹം മരോളമ്മ. ഓ മരോളമ്മ വേറെ മരോളമ്മായിമാന്ന് അമ്മായിമാന്റെ മരോൻക്കുണ്ടല്ലോ അമ്മായിമ. ആ പിന്നെന്താ ആരോഗ്യമുള്ള അമ്മായി ചോറ് കൊടുത്തേക്കുന്ന ബിരിയാണി വെച്ചത് കൊടുത്തേക്കില്ലല്ലോ അമ്മാരോർക്ക് മരോൻ കൊടുത്തേക്കില്ല സാർ. അടിയിൽ വെച്ചാണ് ചോറ് മാനേജ് എന്ത് ചിക്കൻ അടിയിൽ വെച്ചാണ് തോണ്ടെടുക്കാൻ ബീഫ് ബിരിയാണി എടുത്ത് കണ്ടേ അതിന് ചിക്കൻ നിറച്ചുകൊണ്ട് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് അറിയാണ്ട് കൊടുക്കുന്നതാണ്. നോക്കിയപ്പോ വീതിയുള്ള എല്ല് അപ്പോഴാണ് മനസ്സിലായത് ബീഫ് അല്ലാതെ. എനിക്ക് പറഞ്ഞാലേ ചിക്കൻ ബിരിയാണിയാണോ ബീഫോ മനസ്സിലാവത്തുന്നത്. ഷായിലാക്ക് അങ്ങനെ കഴിവുണ്ട്. തിന്നാൻ മനസ്സിലാവില്ല ഏതാ ബിരിയാണി എന്നുള്ളത് കണ്ട് വ്യക്തമാവണം. ചിക്കൻ കൊറേ ഇട വെച്ചിക്കണ വീതിയുള്ള എല്ലുണ്ട്. അപ്പൊ വീതിയുള്ള എല്ല് കോഴിക്കില്ലല്ലോ മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചീറ്റിംഗ് ആണെന്നുള്ളല്ലേ. അപ്പൊ പൊട്ടക്ക് ബീഫ് ബിരിയാണി തിന്നുമ്പോ അതിന്റെ ബീഫിന്റെ ഒരു ചോയ ഉണ്ടാവും. ചിക്കനാണ് ചിക്കന്റെ ഇതുണ്ടാവും. അനക്കെന്താ അറിയല് തിന്നാ മാത്രം ആ എല്ലുള്ളോണ്ട് എനിക്ക് മനസ്സിലായി ഇത് ചിക്കൻ അല്ലാന്നില്ലേ. നമ്മളെ സാധനങ്ങളങ്ങനല്ലേ ഓളെങ്ങനെ അറിയില്ലേ. എനിക്ക് ആട് ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. മട്ടനോ മട്ടക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ മീനൊക്കെ അയലാണ് പറഞ്ഞ് തന്നാ ഞാൻ തിന്നു തിന്നൂല. മത്തി വെച്ച മാത്രം കൂട്ടുള്ളൂ. അയില വെച്ചാ കൂട്ടൂല. ഞാൻ എന്താ മത്തിയാണ് അയില കൊടുക്കൂ. അല്ല മത്തിന്റെ വലുപ്പത്തിൽ അയില പറഞ്ഞാൽ വിശ്വസിക്കൂലല്ലോ. ഞാൻ പറഞ്ഞ അയിലന്റെ മത്തി വെച്ചത് അറിയോ. പക്ഷെ മത്തി വെച്ച മത്തിയാണ് അറിയാണ്ട് അയില വെച്ച കൊടുക്കും.
അതിലാകുമ്പോ ചെറുതാകുമ്പോ എല്ലാരും എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ചാമ്പലാണല്ലേ? പിന്നെ. ഇപ്പൊ സാധനം ഉണ്ടല്ലോ, സാധനം എന്ത് ചാമ്പലാണ് ആദ്യം ചാമ്പല്. ഞാമ്പല്ല ഞാനും ഞാൻ മട്ടൻ കൂട്ടല ആട് കൂട്ടൂല ആട് കൂട്ടിലോ മട്ടൻ കൂട്ടുന്നു. ആ എങ്ങനെ എങ്ങനെ കുറേരി കച്ചിയില് കോഴിമുട്ട മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോറ് കോഴിമുട്ട സാധനോ അതിന് അയിത്ത ചോറ് എടുത്തുകാണ്ട് കോഴിമുട്ട വെച്ചുകാണ്ട് കഞ്ഞി കൊടുത്തോളൂ പാവാണ് ഇങ്ങോട്ട് കഞ്ഞിന്റെ പറ്റുണ്ട് എടുത്തു കൊടുക്കുന്നു. കഞ്ഞി കൊടുക്കണ പാവാണ്ട് വെള്ളം ഒഴിവാക്കിട്ട് കഞ്ഞിന്റെ വറ്റി കൊടുത്ത് പറ്റിക്കണ് അവ ചോറായല്ലോ, വെള്ളം പറ്റിയ ചോറായി. നമുക്കറിയാം ഇപ്പൊ കഞ്ഞിയാണ് ഡെയിലി കൂട്ടുന്ന ഒരു വെള്ളത്തിലുള്ള സാധനമാണ് നമുക്കറിയാം. അത് മാറ്റിട്ട് പക്ഷെ വേറെ സംഭവം ഉണ്ട്. കുറേരി കഞ്ഞിത്തെ വെള്ളമൊക്കെ മാറ്റിയാണ്ട് അതിക്ക് കോഴിമുട്ട മിക്സ് ചെയ്ത് ചോറാക്കി കൊടുക്കും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തൊണ്ട ഇറങ്ങാൻ കുടുങ്ങാക്കാൻ വെള്ളം വേറെ കൊടുക്കും. സാരല്ലേ, അപ്പൊ കഞ്ഞി എടുത്താ പോരല്ലപ്പാ. കുട്ടികളാകുമ്പോ പല കോലത്തിലങ്ങനെ കൊടുത്ത് ചെയ്യും. വേറെ ആദ്യം നിങ്ങൾ ബിരിയാണി കൊടുത്തു നോക്കി, ബിരിയാണി കൊടുത്തു നോക്കി. ആദ്യം നല്ല സിമ്പിൾ ആയിട്ട് ആകുന്നു. ബിരിയാണി മന്തിയൊക്കെ വന്നല്ലോ. നിങ്ങൾ അങ്ങനെ തന്നെയല്ല, ഉച്ചക്ക് സാധാ ചോറാണെങ്കിൽ ഒരു നേരം തിന്നു, അല്ലെങ്കിൽ ഇതേവരെ 3 നേരം തിന്നു. ഞാൻ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ. ഇജ്ജ് കൊടുത്തിട്ടുള്ളൂ, ഞാൻ കകന്നൊക്കെ പറഞ്ഞു. അല്ല ഇജ്ജ് തിന്നല്ലേ, ഇജ്ജ് ഇന്നെന്തോണ്ടാന്നാവോ വെച്ചേക്കാ അവിടെ ഉള്ളിലുള്ള പടി കഴിഞ്ഞപ്പോ ആര് പള്ള ഇക്കടി ബിരിയാണി എടുത്താന്ന് ആരാ പറഞ്ഞേ? ഡയലോഗ് കേട്ടാ പറഞ്ഞിട്ട് എടുക്കാൻ പോയതാരാ കാക്ക. ഇവരെടുത്തൊരു തോന്നണില്ല, നമ്മക്ക് തിന്നാറുകാണ്ട് പോയി വിളമ്പി തിന്നു. നമ്മള് എടുക്കുന്ന കാര്യം പറഞ്ഞു, തിന്നുന്ന കാര്യം നമ്മള് പറഞ്ഞു. പോയി ആദ്യം പാഞ്ഞ് കസറിന് കയറി കുത്തുന്ന പോലെ സുബ്ഹാനല്ല. ഇപ്പൊ ഞാനാരായി? നിങ്ങള് വിളമ്പി. ആദ്യം നമുക്ക് വളമ്പി തന്നതോ ഞാൻ അങ്ങക്ക് വിളമ്പി തന്നെ. അതന്നെ ആരെ ഞാൻ പറഞ്ഞെന്തേന്, ഞാൻ ആദ്യം പറഞ്ഞേ ബിരിയാണി വെക്കാന്ന് പറഞ്ഞു അല്ലേ? നമ്മള് മറന്നു അവിടെ ഒരാള് കുത്തി തറച്ചിട്ട് തൊണ്ട വെള്ളം പറ്റിട്ട് അതിന് വരെ തൊണ്ട കൊടുക്കണ്. ഇവിടെ എത്തിക്കണം, എനിക്ക് തിന്നാൻ കഴിയൂല, ഛർദിക്കാൻ വരുന്ന നീച്ചു. ഓനോട് എത്ര വരെ തിന്നാ പറഞ്ഞേ? ഞാൻ ഇവിടെ വെള്ളം അറിയണവരെ തിന്നാണ് ഇപ്പൊ ഇത്. വെള്ളം കൊടുത്തോണ്ടി കൊല്ലി അറിയണ പള്ള അറിഞ്ഞാ പോരെ, അതോട് പറഞ്ഞ കൊല്ലി അറിയണം. ഇവിടെ വരെ തിന്നു. അഭിനയിക്കണൊക്കെ അതെന്താന്നറിയോ, ഓൻ വരുമ്പോ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് എടുത്ത് കൈ മുടിച്ച് വന്നാ പോരെ. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കണം. ഏത് ചിക്കൻ കഴിഞ്ഞാ ഇതില്ലേ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും ബീഫും ഉണ്ടാവും. എടുത്തു ആ ബീഫ് ഒന്ന് കാണണേ കണ്ട ഇവിടെ എല്ലാവരും ഇരിക്കല്ലോ, ഓരോ ഉരുള എല്ലാവരും തിന്നാലും വേണേ ഞാൻ വളമ്പി കൊണ്ട് തരാം. രസമായിട്ട് ഇവിടെ നിന്ന് തിന്നാൻ രസാ. നല്ല പ്രകൃതി രമണീയത എനിക്ക് വേണോ? ആക്കിയാണോ പറ്റി കണ്ടപ്പാ കിട്ടിയതാ. ബിരിയാണി ഉള്ളത് മാത്രം രമണീയത ഉണ്ടാവും. പണി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പണി എടുക്കാണ്ട് നല്ല പണി പണി ചോറുന്നണല്ല പണി. ചോറ് തിന്ന പണികൾ പറഞ്ഞേ. അതല്ല വേറൊരു പണിയുണ്ട് മേലെ. എല്ലാവർക്കും ഉള്ള പണി കേട്ടാ. ഞാനില്ലട്ടാ, എനിക്ക് റെസ്റ്റ് ആണ്. ഇപ്പൊ ചോക്കി അല്ലല്ല, എനിക്ക് റെസ്റ്റ് ആണ്. ഞാനില്ല, ഞാൻ ഇത്രയും കാലം ഇങ്ങനെ അപ്പൊ ഞാനാ കഷ്ടപ്പെടുകയാണ്. എനിക്ക് റെസ്റ്റ് ആണ് ഫുള്ള്. ഇനി നിങ്ങളൊക്കെ നോക്കുക, മനസ്സിലായില്ല? അത് ലേസർ റിസ്ക് ഇടല്ലടാ. സ്നേഹനിധിയായ ഉമ്മ സാലുവ കൈമലാക്കാന് അങ്ങനെ പറയരുത്. ഭാര്യ തരുമ്പോ വേണ്ട പറയരുത്. വേണ്ട മോളെ, ഞാൻ എന്റെ വള്ളം ഫുള്ളാണ്. ഒരു അടുത്ത വേണ്ട കോരി തന്നതാ. ആ മറ്റേ എനിക്ക് ഇടാൻ കഴിയാത്ത കൊലത്തിലായിരിക്കും. ഓനപ്പോ സ്ഥിരട്ടേ ഒരു ചെരുപ്പ് വാങ്ങും പോയിട്ട്. ഞാൻ ചെരുപ്പ് വാങ്ങും, ട്രാക്ക് വാങ്ങും, ട്രൗസർ വാങ്ങും. ചെടി വാങ്ങിക്കോ. ആദ്യം സർപ്രൈസ് ഉണ്ട്. ഒരു 6 റുപ്യക്ക് അക്കൗണ്ടിൽ കയറി. എന്തിനുള്ള ഫിഷർമാൻ ഫിഷർമാൻ 12 ഉണ്ടാവും. എന്റെ കമ്പനിക്കാർക്ക് എന്റെ അക്കൗണ്ടിൽ വന്ന ഡീറ്റെയിൽസ് അഞ്ചാ 6 ഉണ്ടാവൂല. അല്ല 6 ഉണ്ടാവും. എനിക്ക് എല്ലാ കൊല്ലം വന്നല്ലേ. ഏത് ഏത് കോളേജത്തെ ഡിഗ്രിത്തെ 3-ാം സമയത്തെ 6 ഉണ്ടാവുക പൊട്ടാ. 6 ചില്ലറ 7 ചില്ലറ കണ്ടുണ്ട്. പുള്ളി കിടക്ക് ഇറങ്ങട്ടെ, ഇങ്ങോട്ട് ഇറങ്ങി.
ക്രെഡിറ്റ് ആയത് കൊണ്ടാ മെസ്സേജ് ഇങ്ങോട്ട് കൊണ്ടാ മെസ്സേജ് ഇല്ല എന്റെ കാണിക്കണില്ല മെസ്സേജ്. നോക്കട്ടെ ഞാൻ നോക്കട്ടെ കണ്ടതാ ഞാൻ നോക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടാ 11 ഉറുപ്പ്യ അങ്ങനെ. അപ്പൊ കള്ളം പറയാലോ നീ? അവിടെ പോണ്ട. അന്റെ യൂനോ ഓണക്ക് അന്റെ യൂനോ ഓണക്ക് ഉടായ്പ് സാലുവിന്റെ ഉടായ്പ് കാഴ്ച കാണിച്ചാ അവിടെ വേണ്ട. അടുക്ക 1 സെന്റ്. ഇതാണ് സാബിറ പറഞ്ഞ പണി കണ്ടില്ലേ? ഉള്ള കച്ചറ വിമ്മന് ഇവിടെ വാരി കൊണ്ടുവന്നിട്ട് കൊണ്ട് നമ്മളെ കൊണ്ട് പണിയെടുത്ത് എങ്ങനെയുണ്ട് ഇതുണ്ട്? ആര് ഞാൻ വന്ന് വലിച്ചിട്ടത് അല്ലേ ജി ഒരാഴ്ചയായി വാവ നടക്കരുത് ഇതിന് നടക്കണ്ട. പിന്നെ ഷായിലാന്റെ കൂടെ കൂടിയിട്ട് ഞാനും മടക്കിലെ എക്സ്പേർട്ട് ആണോടാ. ഇത് കണ്ടില്ലേ? സോപ്പ് തിരുമ്പി മടക്കേ അതൊക്കെ മടക്കിയതൊക്കെ എന്താ ഭംഗി മടക്കല്? ഇങ്ങനെ ആരും മടക്കുവോ? ഇതാ ഇത് കണ്ടില്ല മടക്കല് എന്ത് രസമുണ്ട്. ഇതാണ് മക്കളെ ഇവിടെ പറഞ്ഞത്. ഉടായ്പ പണിക്കാരാണ് ഇവരൊക്കെ. ഫുള്ള് ഉടായ്പതാ. മൂപ്പര് കഷ്ണം തുണി മടക്കാണ്. സായില മടക്കിയാതിരുന്നത് അത് നല്ല സുഖമായിട്ട് മടക്കാമല്ലോ. ഞാനിതിന് വരില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കണല്ലോ. എന്ത് അവസ്ഥയാണിത്? നിങ്ങളെ വരിയിലൊക്കെ എങ്ങനെയാ ഗായ്സ്? ഇത് നോക്കിയാന് ഉള്ള കച്ചറ മിമ്മനും ഇതിന്റെ മേലേക്ക് കയറ്റി കൊണ്ടുതരും. എത്ര ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കൂല. പഴയതൊക്കെ ഇവിടെ പാത്തേച്ച് ഇങ്ങനെ നിൽക്കും. എടുക്കുന്ന പണി എടുത്തോട്ടെ. ഫ്രിഡ്ജ് എന്തിനാ അതിന്റെ അടിയിൽ കയറി കൊണ്ട് അത് അങ്ങോട്ടാക്കുന്നത് ഇങ്ങോട്ടാക്കുന്നത്? ബിരിയാണി ചാക്കൊക്കെ മടക്കി വെക്കണ ഇജ്ജ് അല്ലാതെ പിന്നെ വേറെ ആരെ മടക്കി വെക്കുക? അത് പറഞ്ഞോണ്ടാ. ഇങ്ങനത്തെ കച്ചറൊക്കെ എന്തിനാ ഇതിനുള്ളിൽ കയറ്റി വെച്ചത്? റബ്ബേ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു വീഡിയോ ബ്ലോഗോ ഓപ്പൺ ആയി കഴിഞ്ഞാല് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടെ പോണം. ഇപ്പച്ചിക്ക് വയ്യാറ് ഇപ്പച്ചിക്ക് എടുക്കുക ആണാ. ഒരു വ്ളോഗ് വരുമ്പോത്തിന് അല്ല ഒരു വ്ളോഗ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വേണം എടുക്കുക. ഇതുകൊണ്ട് എയർ കൊടുത്തോളൂ ഗൈസ്. ഇല്ല പൊട്ടിയില്ലല്ലോ. നന്നാക്കോ? പൊട്ടി നന്നാക്കോ? അറിയട്ടെ ഓ എന്ത് വേണ്ട. ചൂടാവുമ്പോ എന്ത് രസത്തിന് കാണാം. ചൂടാവുന്ന നല്ല രസം തന്നെയാണ്. നിങ്ങളെ സൗന്ദര്യത്തിന്റെ രസം എന്താ? സൗന്ദര്യത്തിന്റെ രഹസ്യം ടോപ്പ് വെയില് വെച്ച് ജാണത് എടുത്തേ. അത് നന്നാക്ക്. അത് ജാണ് അവിടെ എടുത്തോണ്ടെന്ന്. സൗന്ദര്യത്തിന്റെ രഹസ്യം സന്തോഷം എവിടെ ഉണ്ട് അവിടെ സൗന്ദര്യം കൂടും. നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം സന്തോഷം എവിടെ ഉണ്ടോ അവിടെ സൗന്ദര്യം കൂടുന്നു. സന്തോഷം ഇല്ലാത്തവർക്ക് സൗന്ദര്യം കുറഞ്ഞില്ലേ? ആര് പറഞ്ഞേ? മമ്മൂട്ടിയൊക്കെ എന്താ ചെയ്യട്ടെ. ഓനക്ക് കമ്പനിക്കാരല്ലേ വലുത്. ഓന്റെ കുറച്ച് കമ്പനിക്കാരോ പൊയ്ക്കടോ ഈ പൊയ്ക്കോ ട്ടോ. അങ്ങനെ ഗൈസ് സാല് പോയി. മഴ ആയിട്ടും ഓന്റെ കമ്പനിക്കാർക്ക് വേണ്ടി എന്ത് സ്നേഹമുള്ള കമ്പനിക്കാരനാ. അവനെ പോലത്തെ ഒരു കമ്പനിക്കാരനെ കിട്ടിയാൽ
എന്ത് മനുഷ്യന്മാരാണിത്? പോവാ 5 മിനിറ്റ്. എന്ത് 5 മിനിറ്റ്? നിങ്ങൾ അവിടെ എടുത്തത് വേറെ അല്ലേനിയാ? അതോടെ അല്ല നമുക്ക് മുകളിൽ പണിയിട്ട് ഉമ്മാക്ക് പണിയുണ്ട്. അതിന്റെ പണിയുണ്ട്. നിങ്ങളൊക്കെ വലിയ ഉടായ്പമാരല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ പഠിക്കാൻ കഴിയൂലാണ്. പിന്നെന്തിനാ? പിന്നെ ആരോ ഞാൻ എടുക്കണ്ടേ ഈ പെരേല്? ഞാൻ എന്താ പറയുന്നത്? നമ്മളെ ജില്ലയില്ലേ കണ്ടാ മതി. അല്ല ഞാൻ ഇന്ന് എന്താ പറഞ്ഞത്? ഞാൻ അപ്പച്ചിനെ ഭാഗത്ത അപ്പച്ചി പിന്നെ രാവിലെ മുതലേ പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ പാവും. പക്ഷെ ഞങ്ങളെ ഭാഗത്തേക്കും കാരണം വെച്ചാൽ നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഇന്ന് പണിയില്ലേ ഇനി അപ്പൊ എടുക്കണം. എന്നാ വാ വാ ഞാൻ വരും. എന്നാ വാ നീക്ക് എന്തായിരിക്കും? പൊറോട്ടയും ബീഫ് ഞാൻ ഇവിടെ തിരക്കില്ല. പൊറോട്ടയും ബീഫും കൂട്ടർ എങ്ങനെ നോക്കാം. പൊറോട്ട ബീഫ് ഇപ്പൊ ഒരു റീൽ അറിയണേ, ഈ പൊറോട്ടയും ബീഫിന്റെ ഒരു റീല്. ബീഫും സംസാരിക്കും പൊറോട്ടയും സംസാരിക്കും. നിങ്ങൾ അത് കണ്ടിരിക്കുന്ന പണി. അപ്പൊ എന്നോട് കക്കകള് കാണലുണ്ട്, നല്ല രസാന്ന് എന്നോട് ഒരു പറയാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ കാണാ. പ്രത്യേകിച്ച് പൊറാട്ടിയല്ല, പൊറാട്ടയും ബീഫും. ഐ, പൊറാട്ട അതാണ് ഒരു പേര്. പൊറാട്ടയും ബീഫും. ബീഫിക്കുട്ടി. പൊറാട്ടയും ബീഫിയും. ആ ബീഫ് കുട്ടാണ്. അങ്ങനെ സാധനം അവിടെ വണ്ടി ചാർജുണ്ടോ? അങ്ങ് കൊടുക്ക. ചമ്മാട് പോയാലും വാങ്ങിട്ട് വരപ്പാ. ഞാൻ പോവാണ്. ഇത് പോയിക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്റെ ഭാഗം പറഞ്ഞ് ക്ലിയർ ആക്കി പോലെ ജി നോക്കി പോയിക്കോ. കോട്ടെടുത്തോ കോട്ടെടുത്തോ. ടിപ്പിക്കൽ മാം. അതല്ല ഇതെടുത്താല് എണ്ണ അടിക്കണ്ടേ? എന്തായാലും നമ്മള് പോകും നമ്മളെ പണിക്ക്. നമ്മളെ പണിക്ക് ഉപ്പച്ചി പോവാ. പോയി കിടന്നു നോക്കിക്കോട്ടെ. അപ്പൊ ഗൈസ് അലർജിക്ക് ഒരു ഡോക്ടർ നല്ലൊരു ഇത് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ എന്നിട്ട് ശ്വാസം ഇങ്ങനെ എക്സിലി ശ്വാസം പോയാൽ പിന്നെ അലർജി ഉണ്ടാവില്ലല്ലോ. അതാ അതാ അങ്ങനെ വലിച്ചു തിന്നാല് ശ്വാസം പോയി അങ്ങനെ കഴിഞ്ഞാൽ തന്നെതാ ഡോക്ടർ എന്താ പറഞ്ഞത്? ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ ഇപ്പൊ അലർജിന്റെ സാധനം പറയണേ ഞാൻ വലിച്ചാൽ നിൽക്കുക ബാക്കി അറിയില്ല. മൊയ പറയുന്നത് വിത്ത് ഡെമോ അതാണ്. ഇത് ഇങ്ങനെ വലിക്കുക പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വല്ല സമാധാനം. സാവധാനത്തിൽ ഇങ്ങനെ അങ്ങനെ 10 വട്ടം. അപ്പൊ കണ്ണിന് അലർജി എന്നാലോ? അപ്പൊ ചന്തിക്ക് അലർജി എന്നാലോ? എനിക്ക് കണ്ണിനാണ് അലർജി. അപ്പൊ ഞാൻ എന്റെ ഡൗട്ട് വെച്ചതാ. അന്റെ ഡൗട്ട് ചോദിച്ചാ അനക്കുള്ള എന്താ പറഞ്ഞതാ? ഇങ്ങനെ പുറത്തിറങ്ങി എനിക്ക് അടി കിട്ടും. പിന്നെന്താ പറഞ്ഞാല് ഫസ്റ്റില് ഒരു മുക്കി ഇങ്ങനെ കുത്തി പിടിക്കുക. എന്തോ പറയാമല്ലോ പറയും. ഫസ്റ്റില് ഇതാ അങ്ങനെ ഇങ്ങനെ ഒരു മുക്കുക. അങ്ങനെ എന്തൊരു പേരുന്നില്ല. ഡെയിലി 10 പ്രാവശ്യം ചെയ്താല് രാവിലെ വൈകുന്നേരം 30 പ്രാവശ്യം ചെയ്താല് അലർജിന്റെ അസുഖം മാറുന്നു. ചായലെന്തോ പറയാൻ വന്നില്ല. പക്ഷെ പറഞ്ഞു ചപ്പച്ചിട്ട് നേറ് കിട്ടും അടിച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ള പറയും. അപ്പൊ കാണിക്ക് വിചിച്ചു. അതിനൊരു പേരില്ല. ഒരാളിങ്ങനെ ഇരുന്ന് പിന്നെ അലർജി ഒരു തുമ്പെടുക്ക മൂക്കിലിട എങ്ങനെ തീക്ക. ഇന്ന് സാല് വരുമ്പില്ലേ ഇതൊക്കെ ഈ സാധനം മണത്തോക്കി ഇറണ്ട മൂക്കുപൊടി ഓനില്ലേ പണ്ടൊരു റീൽ എടുക്കാൻ വേണ്ടി കൊടുത്തതാണ് മൂക്കുപൊടി. ഓൻ മറന്നുപോയി. പ്ലാൻ ചെയ്യിപ്പിച്ചിട്ടിരിക്കുക. നല്ല രസം. പക്ഷെ അവനക്ക് ഡൗട്ട് തോന്നും. അതിന്റെ സ്മെല്ല് മാറി. അതാണ് പ്രശ്നം. ഓ എന്റെ ഷോക്സും വല്ല എന്തോ ഇതൊക്കെ എന്റെ ഷോക്സിനെ മണത്തെ പറയാൻ പഠിപ്പിച്ച ആ സാധനത്തിന്റെ സ്മെല്ല് ഉണ്ട്. നല്ല സ്മെല്ലാണ്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അത് മൂക്കുപൊടിയെന്ന് മനസ്സിലാവും. മണത്ത് ഇത് മൂക്കുപൊടി മനസ്സിലാവണ ഇതിലൊരു ശ്വാസം എന്തായാലും എടുക്കല്ലോ. അങ്ങനെയല്ല, അത് കൊണ്ടുവരുമ്പോ തന്നെ അതിന്റെ സ്മെല്ല് നമ്മള് ഇങ്ങനെ അതിന് എടുത്താൽ തന്നെ അതിന്റെ സ്മെല്ല് ഇങ്ങോട്ട് വരും. നേരത്തെ ആക്കിയേക്കണം. എന്റെ ഐഡിയ വെച്ചിട്ട് മണപ്പിക്കാം. അവനക്ക് നമ്മളെ കൊണ്ട് ആക്കിക്കാൻ ഉഷാറ്. നമ്മളൊന്നും വലിച്ചില്ലേ. ആ കണ്ണില് ആക്കിയില്ലേ? ആ സാധനത്തിന്റെ കൂടെ കൊടുന്നു. മുക്കുപൊടിയാണോ? ഇജ്ജ് വലിക്കോ? ഞാൻ എനിക്ക് അലർജി ഇല്ല. ഞാൻ ഏത് ഇതിന്റെ കൂടെ കൊടുത്ത് ഞാൻ തുമ്പേ ചെയ്യ ഒന്നും ചെയ്യില്ല. ഇതാക്കിയാല് വേണ്ട, ഇജ്ജ് ലേസം വലിക്കോ? എന്താ ഞാൻ വലിക്കൂല. എനിക്ക് അവിടെ പാത്തോടെ ആ സാധനോടെ മൂലത്തെ ഏത് വാച്ചക്കണേ അവിടെ ഉണ്ട്.
വെറുതെ ഇരിക്കാൻ കണ്ടട്ടാ. വരി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി. നിങ്ങളല്ലേ വലിയ ഡയലോഗ് അടിച്ചേ. ഞാൻ ചെയ്യൂലെന്നാ നിങ്ങൾ അതിനിപ്പോ എന്തൊക്കെ ഒരു അലർജി ഇല്ല, ഒരു തുമ്മല് വരുന്നത് അലർജി ഇല്ലല്ലോ. വേണ്ടി വേണ്ട. ഓള് ചെയ്യണ്ട. ഇതില്ലേ അത് തുമ്മുട്ടാ തുമ്പാ തുമ്മിങ്ങനെ സാരമില്ലേ വാവപ്പ അതൊന്ന് കുറച്ചേരം എടുത്തിട്ടപ്പോ തുമ്മല് വിറ്റിട്ടാ ഇപ്പഴാണ് അധികം വരുന്നത്. ആദ്യം ഇത്ര ഉണ്ടേനി. ഇന്നാള് ഷോപ്പിൽ ഇച്ച് വന്നിട്ട് മടക്കി വെച്ച് പോയില്ലേ, എന്നിട്ട് വിറ്റണോ? ഇന്നലെ ഉണ്ട്, ഇന്നലെ വലിയാന്ന് ജുമ്മ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു കാക്കന്റെ കൂടെ വണ്ടി കയറി നമ്മളെ ഷോപ്പിന് വേണ്ടിയുള്ള അവിടെ ലേഡീസ് സ്റ്റാഫിനെ വെച്ചിട്ടില്ലേ. ഞാൻ ഒരു ദിവസം കണ്ടുള്ളൂ, പിന്നെ കണ്ടില്ല പറഞ്ഞു. ഞാൻ പറയാം ലേഡീസ് സ്റ്റാഫല്ല എന്റെ പെണ്ണുങ്ങളറിഞ്ഞു. ഈ മോയന്ത് ഇങ്ങനെ പണിയെടുക്കുക. ഞാൻ അവരോട് പറയാ ഞാൻ പണിയെടുക്കല, ആൾക്കാർ ശ്രദ്ധിക്കുക, ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. ആരും ശ്രദ്ധിക്കാനാ? അതാ പൂച്ചല്ല. ഇങ്ങനെ കുറച്ചെടുക്ക. ഇത് കുട്ടികളെ അനുകരിക്കരുത്, കുട്ടികൾ അനുകരിക്കരുത്, അങ്ങനെ എടുക്ക. അപ്പൊ അതിന്റെ പ്രമോഷൻ ആക്കും. പേപ്പർ ഇട തുമ്മല് വന്നില്ലെങ്കിലാ തുമ്പല് വരാൻ വേണ്ടിട്ട് അത് ചെയ്യണേ. അത് ശരി. കുറച്ചിട്ടല്ലേ വേണ്ട, ഞാൻ തുമ്മുണ്ട് ഇപ്പൊ. തുമ്മല്ല. എനിക്ക് അലർജിന്റെ തുമ്മലൊന്നും ഇല്ലാന്നാ പറഞ്ഞ. അലർജിന്റെ ഒരു പ്രശ്നം ഇല്ലാന്നാ പറഞ്ഞേ. അവിടെ പോയി തുമ്പിക്കോളി. വരൂ തുമ്പല് വെറുതെ ഉറങ്ങാൻ പോണോട്ട് ഉറക്കില്ല. ഞാൻ അരിക്കുമ്പല്ലേപ്പാ മൂക്കിന്റെ തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി. നല്ല സാലുവിന് പണിയെടുക്കാൻ നിങ്ങൾ കൂട്ടിക്കുണ്ടല്ലോ അല്ലേ? സാലു പണിയൊക്കെ തീരുമാനിച്ചാ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇപ്പച്ചി എത്ര പ്രാവശ്യം തുമ്മുന്നുള്ളത് കമന്റില് പറയാ. എത്ര പ്രാവശ്യം ഇപ്പച്ചി തുമ്മുന്നുള്ളത് അത് നോക്കാം. പിന്നെ മതി. ഇതെന്താ ചോക്ലേറ്റാ? എന്ത് മൂക്കുപൊടിക്കൊക്കെ എന്ത് ഗ്യാരണ്ടി? അതേമാതിരിയാണ് ഇപ്പച്ചി ചോദിക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെന്തെങ്കിലും അലർജി വരും വേറെ. പറഞ്ഞിട്ട് നിങ്ങള് പറഞ്ഞ കേക്കില്ലേ? ഞാൻ പറഞ്ഞേക്കും. ഡേറ്റ് ഒക്കെ ഉണ്ടാവും. കേറ്റിനെ അവനാന്റെ തലച്ചോറ്റിക്ക് പോവും. ഇതൊക്കെ മാഞ്ഞാളം തലച്ചോറ്റിക്ക് പോവും. ഞാനൊരു സ്ഥലം വരെ പോയത് എനിക്ക് ഇങ്ങോട്ട് വരുന്നു. പോയാ ബജ്ജി എങ്ങോട്ട് പോവാനാ? ബജ്ജി പോയേക്കാണ്. നമ്മള് പോവാ മേലേക്ക്. നമ്മള് പോവാന്നാല് എന്നാ പോ ഗൈസ്. ഇന്നത്തെ ഞായറാഴ്ച മഴയായി, അങ്ങനെ പരിപാടികൾ തീർന്നു. അപ്പൊ ഗൈസ് എന്താ 35 പുതിയ എന്താ പരിപാടികൾ ക്ലേ ഒക്കെ വാങ്ങിച്ചോണ്ടെന്ന്. ഇനിയിപ്പൊ അതിന്റെ പരിപാടിയാവും കുറച്ച് ദിവസം. നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. വേണ്ടാത്ത പണി ഇഷ്ടല്ല. മൂക്കുപൊടി ഇട്ട് തുമ്മണ നേരം മേലെ പോയാല പൊടി ഇട്ടി തുമ്മ. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. ില്ല ക്ലേ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണം. അങ്ങനെ നുഞ്ചി കളിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ? എന്താ പറയാ, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ബൈ. ബൈ.